എടോ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു? നിനക്ക് 2 മണിക്കൂർ സമയം. പെട്ടെന്നല്ല എടുത്ത് വെക്ക്, ഇല്ലെങ്കിൽ ഞാൻ മൊത്തം സാധനം തിരിച്ചെടുത്തോണ്ട് പോകും. ബ്രദർ, മാമനെയും ആളുകളെയും ഒന്നും കാണുന്നില്ല, മൊബൈലും റീച്ച് ആവുന്നില്ല. നിങ്ങൾക്ക് ധൃതിയാണെങ്കിൽ നിങ്ങൾ ഇറക്കി വെച്ചിട്ട് പോയിക്കോ. അഹങ്കാരം കണ്ടില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആരോടാ നീ സാധനം ഇറക്കാൻ പറയുന്നേ? ഞാൻ ആരാന്നറിയാവോ? റാവുത്തരന്റെ ആള് എല്ലാം തുറന്നു വന്നേക്കുന്നു. രഹസ്യം ഒന്നും പരസ്യമാകലോടെ വൃത്തിയിട്ടവനെ. എന്നാടാ ഇത്? എങ്ങനെ ഞാൻ ഇവനോട് പറയും? അതുപോലും അറിയാത്ത മരവണ്ടറാണ് ഞാൻ. ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ബോർഡോടുന്നു എന്ത്? അല്ലേട്ടാ, ചേട്ടൻ അറിയാണ്ട് പറഞ്ഞാലോ. എടാ, നമ്മളൊക്കെ റാവുത്തന്റെ ആൾക്കാര് ബിജിലിയെ തട്ടാനായിട്ടില്ലേ കള്ളവേഷത്തിൽ നടക്കുന്ന ഇവനോട് എങ്ങനെയാണാ പോയി പറയുന്നത്? ബിജിലിയെ കൊല്ലാൻ പോണം. ആരാത്? ബ്രദർ, ഇറക്കി വെച്ചിട്ട് എന്നാന്ന് വെച്ചാ ചെയ്തോ. ആദ്യം നിങ്ങൾ പോയി നിങ്ങളുടെ പണിയെടുക്കും. ആളെ നോക്ക്. ആരാ? നിന്റെ ആളാണോ? ഇന്നത്തെ തമാശയാണാ? അല്ലടോ, കിളവിയെ പോലെ ഉണ്ട്. കിളവിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കിയോ? ഇല്ലല്ലോ. ഓ വേണ്ടടാ. അതേട്ടാ, വേണ്ടേട്ടാ. അതിനെ കണ്ട കിളവി പോലെ തന്നെയാ ഉള്ളത്. ആനേ, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ തീർക്കണം, അല്ലാതെ പോണേം പറഞ്ഞ ആൾക്കാരടുത്തല്ല തീർക്കേണ്ടത്. മനസ്സിലായോ? എന്താടോ ഒരു ചെറിയ പ്രശ്നം നടക്കുന്ന നിന്റെ ആൾ ഇത്രയും ദേഷ്യപ്പെടുന്നു? ആശാനെ, ഞാനിപ്പോ നിങ്ങളെ സഹായിക്കുന്ന അവസ്ഥയിലല്ല. ദയവ് ഇത് വേറെ ആരെങ്കിലും വിളിക്കാമോ? ഇതാദ്യമേ പറയേണ്ടതല്ലേ. മാർക്കേ. ബ്രദർ, വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കണം. ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? പറ്റില്ല, പോടാ. ബ്രോ, വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കണമായിരുന്നു. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പ് എന്ന് വെച്ചാ? ഹെൽപ്പ് എന്ന് വെച്ചാ സഹായിക്കാൻ പറ്റുമോ? സഹായോ? സഹായം ചെയ്യാൻ ഈ നാട്ടിലും ആരുമില്ല, ലോകത്ത് എന്തിന് ഈ പ്രപഞ്ചത്തിലേ ആരുമില്ല. ഒന്ന് പോവാൻ മോനെ. നീലാമഴ നനച്ചിടും അഴകിൽ വരുന്ന ദേവതയും നീയേ. നീലാമഴ നനച്ചിടും അഴകിൽ വരുന്ന ദേവതയും നീയേ. കുയിലേ, ഇളം കുയിലേ, ഞാൻ എഴുതും വരികൾ നീയേ. ഇശലേ, എന്നിശലേ, എന്നുള്ളിൽ നിറഞ്ഞു നീയേ. കിളിമൊഴിയേ, കിളിമൊഴിയേ, എൻ കളമൊഴിയും നീയേ. എടി നീയേ. തൊടുവാനായി വന്നു ഞാൻ, നിൻ വരവും കാത്തിരുന്നു. നിന്നരികിൽ നിന്നിടവേ 1000 ജന്മമെന്തിനോ. തൊടുവാനായി വന്നു ഞാൻ, നിൻ വരവും കാത്തിരുന്നു. നിന്നരികിൽ നിന്നിടവേ 1000 ജന്മമെന്തിനോ. ഓർമ്മകളിൽ എന്നും നിൻ പുഞ്ചിരി അഴകോ. ഇരു മനസ്സുകൾ തേടും തീരാതെ സ്നേഹം നീയാണേ. എന്നിലെ എന്നെ മറന്നിടും അരികിൽ നിന്നെന്നാൽ ലക്ഷണം മാറി നീ. എൻ പൂവേ, കനവിലും നിറഞ്ഞു നിൻ കുസൃതികൾ. നിന്നെയും കാത്തിരുന്നു ഞാനേ. രമണൻ സാർ, എന്തു പറ്റി? എല്ലാ സ്വത്തും ഭാര്യയുടെ പേര് മാറ്റാൻ പറഞ്ഞു. അയ്യോ,
അച്ഛനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ സാർ. പറ്റുന്നില്ല. ഒന്നാണോ രണ്ടാണോ? അച്ഛൻ MLA ആയിരിക്കുമ്പോ ജനങ്ങൾക്ക് റോഡ് നിർമ്മിക്കുന്നത്, റോഡ് ലൈറ്റ് വയ്ക്കുന്നത്, ഏരിയ ക്ലീൻ ആക്കുന്നത്, അങ്ങനെ അദ്ദേഹം ചെയ്യാത്ത നല്ല കാര്യങ്ങളേ ഇല്ല. അദ്ദേഹത്തിനെ വെറുതെ വിട്ടാ ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് ബെയില് പോലും തന്നില്ല സാർ. അത് മാത്രല്ല സാർ, കേസ് വീണ്ടും ഇട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ജീവപര്യന്തം കുറഞ്ഞു എന്ന് പറഞ്ഞ് തൂക്ക് ശിക്ഷയ്ക്ക് വിധിച്ചു സാർ. എന്നോട് ക്ഷമിക്കു സാർ. തന്നെ പറ്റി ഓർക്കുമ്പോ പാവം തോന്നുക. പക്ഷെ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? ഞാനങ്ങനെ പാവാണെന്നൊന്നും നോക്കാറില്ല. അതെനിക്കറിയാലോ. തനിക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? നിങ്ങളുടെ പോലെ കുറെ വർഷമായിട്ട് ഞാനുള്ള സാർ. നിങ്ങളുടെ പഴയ വക്കീലോടും ഇതേ ചോദ്യമല്ലേ ചോദിച്ചത്? ചെയ്തില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ തന്നെ എന്റെ അവസാന ആഗ്രഹം സാധിച്ചിട്ട് വന്നത് സാർ. ഞാനതിന് ഡിസ്കൗണ്ട് കടയിലെ തുണിയൊന്നും ഇട്ടില്ലേ മാമ? ഇത് ഡിസ്കൗണ്ട് കടയൊന്നും അല്ല മോനെ. പഴയ തുണികളൊക്കെ അലക്കി എടുത്ത് പുതുതായിട്ട് വെക്കുന്ന ഒരു തട്ടിപ്പ് തുണിക്കട. എന്താ വേണ്ടേ? ഇതൊക്കെ പെട്ടെന്ന് എടുത്തോണ്ട് പോടോ. എല്ലാം മൊത്തം കൊണ്ട് നോക്കട്ടെ. ഒന്ന് സമാധാനപ്പെടൂ. അയ്യോ ബിജിലി, മാറിപ്പോടാ. അങ്ങേരാരാ? ദാദാ. താത്തയോ? ദാദ എന്ന് പറഞ്ഞ റൗഡി റൗഡി. ബിജിലിയുടെ മരണം ഇന്ന് ഉറപ്പാടാ. എന്താ ഉറപ്പിടാ, കൺഫേം. ഇത് കുന്തവാ? എന്ത് കുന്തവാ? നിനക്കൊരു തേങ്ങ മനസ്സിലാകത്തില്ല. ചേട്ടാ കക്കൂസി പോണെന്ന് തോന്നുന്നു. വയറൊക്കെ വരുന്നു. വണ്ടി ഇരിക്കട്ടാ. എന്താടാ ഈ സൂപ്രധാന അവസ്ഥയിലാണ് നിനക്ക് മുക്കി വരുന്നത്? അടക്കി വെക്കടാ, അടക്കി വെക്ക്. ബിജിലിയെ തട്ടിട്ട് പോകടാ. ഇവൻ ആരാടാ? ചേട്ടന്റെ മേത്തിന് കൈവയ്ക്കുന്നു. കയ്യോ? ചേട്ടൻ ഇപ്പൊ നിന്റെ തല വെട്ടോടാ. ആശാന് ആളെ തട്ടുന്നതിന് മുമ്പ് ഒരു സിഗരറ്റ് വേണമല്ലേ? എന്താ ചേട്ടാ നോക്കുന്നത്? സിഗരറ്റ് ഇല്ലടാ. സിഗരറ്റ് ഇല്ലെങ്കിൽ എന്താ? കടയിൽ പോയി സിഗരറ്റ് വാങ്ങിച്ച് സിഗരറ്റ് വലിച്ചിട്ട് വന്ന് നിന്നെ വെട്ടൂടാ. ശരി, നിങ്ങൾ കളിച്ചോണ്ടിരുന്നോ? എനിക്ക് വേറെ പണി. നിക്കടാ. ഇപ്പൊ നിന്നെ ശരിക്കും ചേട്ടൻ വെട്ടാൻ പോകും. ലോറി ഇടിച്ച് ചാവാൻ കിടന്ന നിന്നെ പാവാന്ന് വിചാരിച്ച് ഞാൻ രക്ഷിച്ചപ്പോ ഈ മണ്ടന്മാര് പറയുന്ന മണ്ടത്തരം കേട്ട് മണ്ടത്തരം ചെയ്ത മണ്ട. ക്ഷമ ചോദിക്കുന്നവന് വലിയവനാണെന്ന് ചേട്ടൻ എന്താ അറിയില്ലേ? സോറി, നിങ്ങളെയൊക്കെ തിരുത്താൻ കഴിയില്ല. അവനെ കെട്ടാൻ പോകുന്ന പെണ്ണ് ഭയങ്കര ഭാഗ്യശാലിയാ. അതെ, അച്ഛൻ വെറുതെ പിച്ചും വേഗം പറയുന്നേ? അത് ഇത് തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഈ കാര്യം ഒന്ന് സെറ്റ് ആവൂലടാ. അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാടാ. ആ സ്ലോ മോഷൻ നടപ്പ് കണ്ടോ? എന്റെ ഐഡിയ വർക്ക്ഔട്ട് ആയി. എന്താടി മോളിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല ചേട്ടാ, ഇവളുടെ കൂടെ പഠിച്ച ചെറുക്കൻ ഏതോ സ്കൂളിലേക്ക് മാറിപ്പോയി, അതാ. അമ്മേ, നമ്മൾ എന്തിനാ ഇപ്പൊ ഈ നാട്ടിൽ പോകുന്നേ? ഇവിടെ ജീവിച്ചാലുണ്ടല്ലോ നീ നിന്റെ അച്ഛനെ പോലെ ആയി മാറും. അതുകൊണ്ട് കണ്ണെത്താ ദൂരത്ത് പോവാ. ഇല്ല, ഞാൻ വരുന്നില്ല. അമ്മ പൊക്കോ. എന്താടാ, നിന്റെ അച്ഛനെ വിട്ടിട്ട് വരാൻ നിനക്ക് മനസ്സില്ലേ? അതല്ല, എനിക്ക് ലക്ഷണെ വിട്ടുവരാൻ മനസ്സില്ല. നീ ചിരിക്കുമ്പോഴൊക്കെ നിന്നെക്കാട്ടിലും ആരും സുന്ദരിയല്ല എന്ന് നിന്നെ കാണുന്നവർക്കെല്ലാം തോന്നും. അപ്പോ ഹേയ്, ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് ചിരിച്ചു കാണിക്കണോ? അയ്യോ ഇല്ല. അപ്പോ ഇപ്പൊ അങ്ങനെ തോന്നില്ലേ? ലക്ഷണ, നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഇതിനു മുന്നേ നിനക്ക് ഡിവോഴ്സ് അതുപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇതുവരെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല.
ഓ ലവ് ബ്രേക്കപ്പ് അതുപോലെ എന്തെങ്കിലും? ഓ എന്ത് പറ്റി? നന്നായിട്ടാ പൊക്കോണ്ടിരുന്നേ, പിന്നെ ഒന്നും പറയാതെ ഒരു ദിവസം അങ്ങനെ വിട്ടിട്ട് പോയി. എന്തിനെ വിട്ടിട്ട് പോയി? അത് നീയല്ലേ പറയണ്ടേ? ഞാനോ? ഓഹോ. ഹേ ലക്ഷണ, നിന്റെ അടുത്ത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. തനിക്ക് ഓക്കെയാണോ? എന്തിനോക്കെന്നാ? അല്ല, നിനക്കൊരു പ്രശ്നം വന്നാ ഞാൻ കൂടെ തന്നെ ഇരിക്കാനായിട്ട്. ഞാൻ തകർന്നു പോയിരിക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും, നമുക്ക് നോക്കാം എന്ന് നീ പറയാനായിട്ട്, ഒരുമിച്ച് കൂടെ ജീവിക്കാനായിട്ട്. നിനക്ക് ഓക്കെയാണോ? ഓക്കെയാ.